പിന്നെ നമുക്ക് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ വിഗ് കോസ്റ്റ്യൂം 4000 കോടി പടം എന്ന രീതിയിൽ അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, അത്രയും പൈസ ആവശ്യമില്ല. എന്തിനാ? നല്ല ഒരു മീശയോ നല്ല ഒരു താടിയോ, അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരുടെ ടൈം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് താടി വളർത്താം, നിങ്ങൾക്ക് ഷേവ് ചെയ്യാതിരുന്നാൽ താടി വളരുമെങ്കിൽ താടി വളരും, ഇല്ല നോർമലായിട്ട് വരുന്ന വരട്ടെ. അത് ചിലപ്പോൾ ഈ അൾട്ടിമേറ്റ്ലി ഈ എത്രയോ മാസങ്ങളടുത്തുള്ള ഷൂട്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് അതിന്റെ ഒരു ഇത് കാരണം എല്ലാവരെയും താടി പഠിപ്പിച്ചിട്ട് വെച്ചാൽ ഇത് എന്ന് ഷൂട്ട് ചെയ്താലും നമ്മൾ മറ്റേ താടി വൃത്തിയാടാക്കണം. പക്ഷെ എന്നാലും ഈ മേക്കപ്പ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ താടി മീശയൊക്കെ കുറച്ച് നല്ലത് വാങ്ങിച്ചു വെച്ചാൽ അത് എനിക്ക് അതാണ് ആ പ്രശ്നം. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ VFX ഇവർ ഒരു വൈഡ് ഫ്രെയിമിൽ വരുന്ന എല്ലാ പോയിന്റുകളും നോക്കിയിരിക്കും. വിവേക് ഒബ്രോയ് വന്നിട്ടൊരു മീശൻ താടി വെച്ച് വന്നിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ എടാ ഇതെന്തുവാ ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതിനൊന്നും കാര്യമില്ല മോനെ. ആ VFX ഇത് നമ്മൾ മാവേലിക്ക് ഇവിടെ വെച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ മാവേലി ഓണം സെലിബ്രേഷന് മാവേലിക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതായിരിക്കും ഓണം മലയാളികൾ. അല്ല ഏട്ടാ, ഇവരെ സംബന്ധിച്ചോളം മോനെ 3D ആകുമ്പോൾ മീശ ചാടി ഫ്രണ്ട് നിൽക്കും, നിങ്ങൾ പേടിക്കേണ്ട പോലെ രസമായിരിക്കും. അതൊക്കെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു എസ്തെറ്റിക് ചോയ്സ് അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്ന രാമായണം വളരെ ക്ലീൻ സാധനം. അതായത് നമ്മൾ ആദിപുരുഷനുണ്ടായിരുന്നു, കുറച്ച് ഡാർക്ക് ആയിരുന്നു. ആദിപുരുഷിലെ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സൈഫ് അലി ഖാന്റെ ക്യാരക്ടറിന് തല വന്നത് മറ്റേ ഡബിൾ ഡെക്കർ ലൈനിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ റീൽ കാണുന്ന പിള്ളേർക്കും ഇത് കാണാൻ പറഞ്ഞു 90:60 റേഷ്യോയിലും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റ് സ്ക്രീനിലേ കാണാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോ ഇങ്ങനെയും കാണാം. പക്ഷെ ഇതൊരു നമ്മളെ 10 തല രാവണൻ ആ സാധനം ഇല്ല. അത് എങ്ങനെയായിരിക്കും അപ്പൊ ഇവർ പ്രസന്റ് ചെയ്യുന്ന അറിയാൻ ഈ 10 തല രാവണൻ എന്ന് പറയുന്നതിനെ എങ്ങനെ മറ്റേ സാധനമൊക്കെ ഓർമ്മല്ലേ, വയലൻസ്